രാഷ്ട്രീയത്തിൽ സ്വന്തം പാർട്ടിക്കുള്ളിലെ വിഭാഗീയതകളും രഹസ്യ നീക്കങ്ങളും എക്കാലത്തും ചർച്ചാ വിഷയമാണ്. എന്നാൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നേടിയ നേരിയ വിജയത്തിന് പിന്നിൽ സ്വന്തം പാർട്ടിക്കാരുടെ കാലുവാരി നീക്കങ്ങളായിരുന്നുവെന്ന് ഒരു മുതിർന്ന CPM നേതാവ് തുറന്നടിക്കുമ്പോൾ അത് കേവലം ഒരു പ്രാദേശിക വിവാദത്തിനപ്പുറം സംസ്ഥാന നേതൃത്വത്തിന് തന്നെ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. മുൻ MLA-യും CPM സംസ്ഥാന സമിതി അംഗവുമായ KC രാജഗോപാലനാണ് മെഴുവേലി ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ താൻ നേടിയ വിജയത്തെ തോൽവിക്ക് തുല്യമായ വിജയമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലാപം പരസ്യമാക്കിയത്. കേവലം 28 വോട്ടുകൾക്ക് നേടിയ ഈ വിജയം പാർട്ടിക്കുള്ളിലെ വൈരാഗ്യങ്ങളുടെയും വ്യക്തിപരമായ പകപോക്കലുകളുടെയും ഫലമാണെന്ന രാജഗോപാലിന്റെ വെളിപ്പെടുത്തൽ കേരള രാഷ്ട്രീയത്തിൽ ചൂടേറിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലി ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ നിന്നാണ് KC രാജഗോപാലൻ ഇത്തവണ ജനവിധി നേടിയത്. ദീർഘകാലമായി CPM-ന്റെ കുത്തകയായിരുന്നതും മുൻപ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പ്രസിഡന്റുമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളതുമായ വാർഡായിരുന്നു ഇത്. എന്നാൽ ഫലം വന്നപ്പോൾ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നേടാനായത് 28 വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷം മാത്രമാണ്. രാജഗോപാലന് 324 വോട്ടുകൾ ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന എതിരാളിയായ UDF സ്ഥാനാർത്ഥി രാധാകൃഷ്ണൻ 296 വോട്ടുകൾ നേടി. വർഷങ്ങളുടെ രാഷ്ട്രീയ പരിചയവും പൊതുസമ്മതനുമായ ഒരു നേതാവിന് പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള ഒരു വാർഡിൽ ഇത്രയും കുറഞ്ഞ ഭൂരിപക്ഷം നേടേണ്ടി വന്നത് യാദൃശ്ചികമല്ലെന്ന് രാജഗോപാലൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇവിടെയാണ് അദ്ദേഹം സ്വന്തം പാർട്ടിക്കെതിരെ അതിശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. കാലുവാരി നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയത് കോഴഞ്ചേരി ഏരിയ സെക്രട്ടറി TV സ്റ്റാലിൻ ആണെന്നാണ് രാജഗോപാലന്റെ തുറന്നു പറച്ചിൽ. പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഈ ആരോപണം CPM-ൽ സാധാരണയായി ഉണ്ടാകാത്തതാണ്. കോഴഞ്ചേരി ഏരിയ സെക്രട്ടറി TV സ്റ്റാലിനാണ് കാലുവാരാൻ നേതൃത്വം കൊടുത്തത്. അതുകൊണ്ടാണ് ഭൂരിപക്ഷം വെറും 28-ൽ ഒതുങ്ങിയത്. CPM-ൽ കാലുവാരലുണ്ടായി. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ കാലുവാരി നീക്കത്തിന് പിന്നിലെ വ്യക്തിപരമായ വൈരാഗ്യത്തിലേക്കും രാജഗോപാലൻ വിരൽ ചൂണ്ടുന്നുണ്ട്. മുൻപ് ഏരിയ സെക്രട്ടറി TV സ്റ്റാലിൻ മത്സരിച്ച അതേ വാർഡിൽ നിന്ന് അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. മുൻപ് ഏരിയ സെക്രട്ടറി ഞാൻ വിജയിച്ച വാർഡിൽ നിന്നും പരാജയപ്പെട്ടിരുന്നു. അവിടെ വീണ്ടും CPM ജയിക്കരുതെന്ന വാശിയുണ്ടായിരുന്നു. തോൽവിക്ക് തുല്യമായ വിജയമാണ് ഇപ്പോഴുള്ളതെന്നും രാജഗോപാലൻ കൂട്ടിച്ചേർത്തു. ഒരു മുതിർന്ന നേതാവ് വിജയിച്ച വാർഡിൽ പാർട്ടിയിലെ തന്നെ ഉന്നത സ്ഥാനീയനായ ഒരാൾ കാലുവാരി എന്ന ആരോപണം പാർട്ടി ഘടകങ്ങളിൽ നിലനിൽക്കുന്ന ആഴത്തിലുള്ള വിഭാഗീയതയിലേക്കും അധികാര തർക്കങ്ങളിലേക്കുമാണ് വെളിച്ചം വീശുന്നത്. പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന വൈരാഗ്യങ്ങൾ തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കുമെങ്കിൽ അത് വരും കാലങ്ങളിൽ CPM-ന് വലിയ ദോഷഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം. KC രാജഗോപാലൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നതാണ് മെഴുവേലി പഞ്ചായത്തിലെ പൊതുവായ തിരഞ്ഞെടുപ്പ് ഫലം. വർഷങ്ങളായി CPM-ന്റെ കുത്തകയായിരുന്ന മെഴുവേലി പഞ്ചായത്തിൽ UDF-നാണ് ഭൂരിപക്ഷ വിജയമുണ്ടായത്. പാർട്ടിക്ക് വ്യക്തമായ ആധിപത്യം ഉണ്ടായിരുന്ന ഒരു തദ്ദേശ സ്ഥാപനം കൈവിട്ടുപോയതിനു പിന്നിൽ വ്യക്തിപരമായ പകപോക്കലുകളും കാലുവാരി പ്രവർത്തനങ്ങളും ഒരു പ്രധാന കാരണമായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ജില്ലാ ഏരിയ നേതൃത്വത്തിന് തന്നെയാണ്. പ്രധാനപ്പെട്ട ഒരു നേതാവ് തുച്ഛമായ ഭൂരിപക്ഷത്തിൽ മാത്രം ജയിക്കുകയും അതേസമയം പഞ്ചായത്തിന്റെ അധികാരം മൊത്തത്തിൽ UDF-ന് ലഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ ആരോപണങ്ങൾ കേവലം വൈകാരിക പ്രകടനമായി കാണാൻ കഴിയില്ല. സംഘടനാപരമായ വീഴ്ചകളും അച്ചടക്കമില്ലായ്മയുമാണ് ഈ തിരിച്ചടിക്ക് കാരണമെന്നാണ് വിമർശകർ അഭിപ്രായപ്പെടുന്നത്. കാലുവാരി നീക്കങ്ങൾ കൂടാതെ തിരഞ്ഞെടുപ്പ് വിജയത്തെ തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പ്രചാരണ തന്ത്രങ്ങളെക്കുറിച്ചും KC രാജഗോപാലൻ വെളിപ്പെടുത്തി. വോട്ടെടുപ്പിന് തലേ ദിവസം സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറും ഞാനുമായുള്ള ചിത്രം പ്രചരിപ്പിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ ഒരാളുമായുള്ള ചിത്രം പ്രചരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പൊതുപ്രതിച്ഛായയെയും വോട്ടർമാർക്കിടയിലെ സ്വീകാര്യതയെയും ദോഷകരമായി ബാധിക്കാനാണ്. ഈ ചിത്രം പ്രചരിപ്പിച്ചത് ആരാണെന്നോ അതിനു പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നോ അദ്ദേഹം കൃത്യമായി പറയുന്നില്ലെങ്കിലും സ്വന്തം പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയുടെ വെളിച്ചത്തിൽ ഇതിനു പിന്നിലും ആഭ്യന്തര ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചുവെന്ന് അനുമാനിക്കാവുന്നതാണ്. ഈ അതീവ ഗൗരവകരമായ ആരോപണങ്ങൾ CPM നേതൃത്വത്തിന് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. മുൻ MLA-യും നിലവിൽ CITU സംസ്ഥാന കമ്മിറ്റി അംഗവുമായ KC രാജഗോപാലിനെ പോലെ പാർട്ടിക്ക് സുപരിചിതനും അനുഭവസമ്പന്നനുമായ ഒരു നേതാവ് പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ് പ്രധാന ചോദ്യം. നേതൃത്വത്തിന് പരാതി നൽകും എന്നും രാജഗോപാലൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി അന്വേഷണം നടത്തുമോ അതോ പാർട്ടി അച്ചടക്കത്തിന്റെ പേരിൽ ഈ വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും കോഴഞ്ചേരി ഏരിയ സെക്രട്ടറിയുടെയും മറ്റ് ആരോപണ വിധേയരുടെയും ഭാവി. വ്യക്തിപരമായ വൈരാഗ്യങ്ങൾ പാർട്ടിയുടെ പൊതുവിജയത്തെ ബാധിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നത് CPM-ന്റെ സംഘടനാപരമായ കെട്ടുറപ്പിന് വിള്ളൽ വീഴ്ത്തും. KC രാജഗോപാലിന്റെ പ്രസ്താവന കേവലം ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ കഥ മാത്രമല്ല, മറിച്ച് CPM-ന്റെ താഴെത്തട്ടിലുള്ള കമ്മിറ്റികളിൽ വ്യക്തിഗത താല്പര്യങ്ങളും ഗ്രൂപ്പ് വഴക്കങ്ങളും എത്രത്തോളം ശക്തമായി നിലനിൽക്കുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് നൽകുന്നത്.
2006 ആറന്മുള നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് MLA ആയി നിയമസഭയിലെത്തിയ KC രാജഗോപാലൻ 2011 വീണ്ടും മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന് പത്തനംതിട്ട രാഷ്ട്രീയത്തിലും തൊഴിലാളി പ്രസ്ഥാനത്തിലും വലിയ സ്വാധീനമുണ്ട്. ഇങ്ങനെ ഒരു നേതാവ് സ്വന്തം പാർട്ടിക്കുള്ളിലെ കാലുവാരി നീക്കം തുറന്നടിക്കുന്നത് CPM-ലെ ആഭ്യന്തര ശുദ്ധീകരണത്തിന് കാരണമാകുമോ അതോ ഗ്രൂപ്പിസം കൂടുതൽ ശക്തമാവുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. സമാധാനപരമായ അന്തരീക്ഷം എന്ന് പുറം ലോകം ധരിക്കുന്ന CPM-ലെ ഈ ആഭ്യന്തര കലഹം വരും ദിവസങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. KC രാജഗോപാലൻ നേതൃത്വത്തിന് നൽകുന്ന പരാതിയും അതിന്മേലുള്ള പാർട്ടി നടപടിയുമായിരിക്കും ഈ വിഷയത്തിലെ അടുത്ത നിർണായക വഴിത്തിരിവ്.